നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിച്ചു. മന്ത്രിസഭായോഗത്തിന്റെ ശുപാർശയ്ക്ക് ഗവർണറുടെ അംഗീകാരം. സംഘപരിവാർ അനുകൂലിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയതിനെതിരെ കോൺഗ്രസിൽ തർക്കം. ഹൈക്കമാൻഡ് ഇടപെടലിനിടയിൽ നിയമനത്തിന് അംഗീകാരം നൽകി ഗവർണർ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി മുന്നോട്ടു പോകുമെന്ന സൂചന നൽകിയ മുഖ്യമന്ത്രി വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി കുറയ്ക്കാൻ വീര്യം കുറഞ്ഞ മദ്യം ഉപകരിക്കുമെന്ന് ധനബില്ലിലുള്ള മറുപടി പ്രസംഗത്തിൽ സതീശൻ. ബജറ്റിന്റെ ശോഭ കെടുത്താനുള്ള ഇടപെടലിൽ ചിലർ കൂടെ കൂടിയെന്നും കുറ്റപ്പെടുത്തൽ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ അദാനിയും സർക്കാരും രണ്ടു തട്ടിൽ. MSCയുടെ നിക്ഷേപം സർക്കാർ അറിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി. അനുമതിയില്ലാതെ ഓഹരി കൈമാറാനാകില്ലെന്നും VD സതീശൻ. മാത്രമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിനകത്ത് ഒരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല. നിക്ഷേപത്തിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രതിപക്ഷ നേതാവ്. LDF നേട്ടമെന്ന് ദേശാഭിമാനിയിൽ ലേഖനം. PSC ക്രമക്കേടിൽ കടുത്ത നിലപാടിൽ മുഖ്യമന്ത്രി. ഉന്നതതല അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ മന്ത്രിസഭയിൽ തർക്കം. മാസപ്പടി കേസിൽ റിയാസിനെതിരെയും ED അന്വേഷണം. മുൻ മന്ത്രിയുടെ പണമിടപാടുകൾ പരിശോധിക്കും. വീണയുടെ അക്കൗണ്ടിൽ നിന്ന് ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് വൻ തുകകൾ എത്തിയോ എന്നതിൽ വ്യക്തതയ്ക്ക് ED. അയോധ്യ ക്ഷേത്രക്കൊള്ള അന്വേഷിക്കാൻ EDയും. ED ഇടപെടൽ തേടി UP സർക്കാർ കത്ത് നൽകും. ആരെയും വെറുതെ വിടില്ലെന്ന് യോഗി ആദിത്യനാഥ്. തന്നെ ഒറ്റിയതാണെന്ന് ചമ്പത് റായ്. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിനെ താഴെയിറക്കാൻ കോഴ വാഗ്ദാനമെന്ന ആരോപണം. 35 കോടി രൂപ വാഗ്ദാനവുമായി സമീപിച്ചെന്ന് TVK MLA. 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. 15 TVK MLAമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം. GST സമാഹരണത്തിലെ വളർച്ചാ നിരക്കിൽ ജൂണിൽ മുന്നിലെത്തി കേരളം. കേരളം നേടിയത് 11% വളർച്ച. 2025 ജൂണിലെ 2850 കോടി രൂപയിൽ നിന്ന് 3750 കോടി രൂപയിലെത്തി. ദേശീയതലത്തിലെ മൊത്തം GST സമാഹരണം കഴിഞ്ഞ 13 മാസത്തെ ഉയരത്തിൽ. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം. അന്തിമ കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല. ഇറാൻ US ഉന്നതതല ചർച്ചയ്ക്ക് ദോഹ വേദിയാകില്ലെന്ന് ഖത്തർ. അമേരിക്കയിലെ ഇന്ധന പമ്പ് ഉടമകൾക്ക് ട്രംപിന്റെ മുന്നറിയിപ്പ്. എണ്ണവില ഉടൻ കുറച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണി. എണ്ണവില കുറഞ്ഞിട്ടും പമ്പുകളിൽ വില അന്യായമായി ഉയർന്ന നിലയിലാണെന്ന് ട്രംപ്. ശ്രീലങ്ക പെട്രോൾ ഡീസൽ വില കുറച്ചു. സംസ്ഥാനത്ത് സെൻസസ് നടപടികൾക്ക് തുടക്കം. കണക്കെടുപ്പിന് ഉദ്യോഗസ്ഥർ. ഏറ്റവും അധികം പേർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയത് എറണാകുളം ജില്ലയിൽ. കുറവ് ഇടുക്കിയിൽ. ലോകകപ്പ് നോക്കൌട്ടിൽ ഇംഗ്ലണ്ട് ഇന്ന് കോങ്കോയ്ക്കെതിരെ. പോരാട്ടം രാത്രി 9:30. ബെൽജിയം സെനഗൽ പോരാട്ടം രാത്രി 1:30. USA നാളെ ബോസ്നിയക്കെതിരെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിച്ചു. മന്ത്രിസഭായോഗത്തിന്റെ ശുപാർശയ്ക്ക് ഗവർണറുടെ അംഗീകാരം. സംഘപരിവാർ അനുകൂലിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയതിനെതിരെ കോൺഗ്രസിൽ തർക്കമുണ്ട്. ഹൈക്കമാൻഡ് ഇടപെടലിനിടയിൽ നിയമനത്തിന് അംഗീകാരം ഗവർണർ നൽകുകയായിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാന്, മന്ത്രിസഭയിൽ തർക്കം, പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം, KPCC പ്രസിഡന്റിനെ അനുസരിക്കുന്നില്ല മുഖ്യമന്ത്രി എന്ന വാദം, ഏറ്റവും ഒടുവിൽ നിയമനം. എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കുന്നത്?
RSS പശ്ചാത്തലമുള്ള എൻ ശേഷാദ്രിനാഥിനെ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ശുപാർശ ചെയ്തുകൊണ്ടുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിനാണ് വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അനുമതി നൽകിയിരിക്കുന്നത്. ആ ഫയലിൽ അദ്ദേഹം ഒപ്പുവെച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ കടുത്ത വിയോജിപ്പും എതിർപ്പും ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലുമൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനം യാഥാർത്ഥ്യമായിരിക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് പ്രതിനിധി മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് പാർട്ടിയുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ തീരുമാനത്തിലേക്ക് കടക്കാവൂ എന്ന തരത്തിൽ ചില ചർച്ചകൾ നടന്നുവെന്നുള്ള സൂചനകളടക്കം ഇന്ന് പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നിർണായകമായ തീരുമാനത്തിന് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത്. ഈ ശുപാർശ കഴിഞ്ഞ ദിവസം തന്നെ ലോക്ഭവനിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു പുനർവിചിന്തനം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിയായ PM നിയാസ് പാർട്ടി ദേശീയ നേതൃത്വത്തിനും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി അത് മുഖ്യമന്ത്രി VD സതീശൻ എടുത്ത നിലപാട് അത് അത്തരത്തിൽ ഗവർണർ ആ ഫയലിൽ ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ പാർട്ടിയിൽ അത് കടുത്ത വിയോജിപ്പുകൾക്ക് വഴിവെക്കും. അതിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് മറ്റ് നേതാക്കളൊന്നും തയ്യാറായില്ല എങ്കിലും പാർട്ടി വേദികളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും ആ എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ തീരുമാനവുമായി മുമ്പോട്ട് പോയത്. ആ തീരുമാനത്തിനാണ് ഇപ്പോൾ ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത്. അതാണ് വിവരം. ഏതായാലും ശേഷാദ്രിനാഥൻ ഏറ്റവും ഒടുവിൽ കമ്മീഷണറായി നിയമിക്കപ്പെടുന്നു. അതും പാർട്ടിക്കുള്ളിലെ എതിർപ്പ് മറികടന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നുള്ള വിവരം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി മുന്നോട്ട് പോകുമെന്ന സൂചന നൽകി മുഖ്യമന്ത്രി VD സതീശൻ. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി കുറയ്ക്കാൻ വീര്യം കുറഞ്ഞ മദ്യം ഉപകരിക്കുമെന്ന് ധനബില്ലിനുള്ള മറുപടി പ്രസംഗത്തിൽ സതീശൻ പറഞ്ഞു. VM സുധീരനുള്ള ഒളിയമ്പും മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ബജറ്റിന്റെ ശോഭ കെടുത്താനുള്ള ഇടപെടലാണ് നടന്നത്. അതിനൊപ്പം ചിലർ കൂടെ കൂടിയെന്നും അതിലൊന്നും വഴങ്ങുന്ന സർക്കാർ അല്ല ഇതെന്നും VD പറഞ്ഞു. പിന്നെ മദ്യം കേരളത്തിൽ വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് UDF സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് അത് തീരുമാനിക്കും. മദ്യനയത്തിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇല്ല, ഇനി വിൽക്കാം, അത് പ്രോത്സാഹിപ്പിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് കേരളവും കൂടി ചർച്ച ചെയ്യട്ടെ. എന്തിനാ UDF മാത്രം ചർച്ച ചെയ്യണത്? കേരളം കൂടി ചർച്ച ചെയ്തിട്ട് ഇനി വേണം എന്ന് തീരുമാനിച്ചാൽ അപ്പോൾ ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് ഈടാക്കുന്ന ടാക്സ് ഇതായിരിക്കും. അത്രയേ ഉള്ളൂ. ഇത് വളരെ ലളിതമായ ഒരു വിഷയമാണ്. ഇത് ഊതിപ്പെരിപ്പിച്ച് ഇത് മുഴുവൻ ചെയ്ത ആളുകൾ ഈ ഗവൺമെന്റിന്റെയും ഈ ബജറ്റിന്റെയും ഗ്രേസ് കളയാൻ വേണ്ടി പിന്നെ കുറെ ആളുകൾ കൂടി എന്റെ കൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, അത് കൂടിക്കോട്ടെ, അത് എപ്പോഴും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അതിലൊന്നും വഴങ്ങുന്ന സർക്കാരല്ല ഇത്. VV വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇന്ന് ധനബില്ല് അവതരിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് മുന്നണിയുടെ എതിർപ്പുകൾ മറികടന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെയല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പന സംസ്ഥാനത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇതിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ അക്കാര്യം ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധിക്കപ്പുറം എതിർപ്പുകൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് VM സുധീരൻ്റെയൊക്കെ തന്നെ എതിർപ്പ്, അത് VM സുധീരനെതിരെയുള്ള ഒരു ഒളിയമ്പ് കൂടി ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ബജറ്റിൻ്റെ ശോഭ കൊടുത്താൻ ചിലർ ശ്രമിച്ചു, മറ്റു ചിലർ കൂടി അതിനൊപ്പം ചേർന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന സർക്കാരല്ല ഇപ്പോഴത്തേത് എന്ന കാര്യം മുഖ്യമന്ത്രി അടിവരയിട്ട് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇത്തരമൊരു കാര്യവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ ആവശ്യപ്പെട്ടത്. പ്രധാനപ്പെട്ടത് കാര്യം സുധീരൻ്റെ ആവശ്യമായിരുന്നു ധനബില്ലിൽ ഇത് ഉൾപ്പെടുത്തരുത് എന്ന കാര്യം. നികുതി നിർദ്ദേശം കൊണ്ടുവന്നത് ഉൾപ്പെടുത്തരുത് എന്ന ആവശ്യമായിരുന്നു. പക്ഷേ അത് മറികടന്ന് മുഖ്യമന്ത്രി അത് ഉൾപ്പെടുത്തുകയും മറുപടി പ്രസംഗത്തിൽ അസന്നിഗ്ധമായി പറയുകയും ചെയ്യുകയാണ്. UDFൽ എതിർപ്പുണ്ടായാൽ അത് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ധനബില്ല് അവതരിപ്പിച്ചു, മറ്റു കാര്യങ്ങളിലും മുഖ്യമന്ത്രി മുന്നോട്ട് തന്നെ എന്ന് വേണം മനസ്സിലാക്കാൻ. വിഴിഞ്ഞം തുറമുഖത്തെ പുതിയ നിക്ഷേപത്തെ ചൊല്ലി സർക്കാരും അദാനി ഗ്രൂപ്പും നേർക്കുനേർ. MSC കമ്പനിക്ക് 49% ഓഹരികൾ വിട്ടുതള്ളിയ കാര്യം അറിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച ആശങ്കകൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കുവച്ചു. കരാറിൽ കൃത്യമായ വ്യവസ്ഥ ഉണ്ടെന്നിരിക്കെ അദാനി കമ്പനിയിൽ നിന്നുണ്ടായത് ഗുരുതര വീഴ്ച എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ.
വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നടത്തിയതിന് പിന്നാലെയാണ് ഇത് അറിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ നിലപാട് വ്യക്തമാക്കിയത്. 49% ഓഹരി, അതായത് അദാനി ഗ്രൂപ്പിൻ്റെ 49% ഓഹരിയാണ് MSCക്ക് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത്, കൈമാറാൻ ധാരണ എത്തിയിരിക്കുന്നത്. അതിലൂടെ ഏതാണ്ട് $1.4 ബില്യൺ, അതായത് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപമായിരിക്കും വിഴിഞ്ഞത്ത് നടക്കുക. അതേസമയം ദേശാഭിമാനി പത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ അത് കഴിഞ്ഞ സർക്കാരിൻ്റെ നേട്ടമാണ്, ഇത്രയും വലിയ വിദേശ നിക്ഷേപമെന്നാണ്. അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ സ്വീകരിച്ചത്. ആദ്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് 5 കാര്യങ്ങളിൽ ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെയൊരു നിക്ഷേപത്തിന് അതോറിറ്റി എന്ന നിലയിൽ സർക്കാർ അനുമതി നൽകുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഇതൊരു പത്രവാർത്തയിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ കൺസെഷനെയറിന്റെ അകത്ത്, ഈ കൺസെഷൻ എഗ്രിമെന്റിന്റെ അകത്ത് ക്ലോസ് 5.3 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ദ കൺസെഷനെയർ ഷാൽ നോട്ട് അണ്ടർടേക്ക് ഓർ പെർമിറ്റ് എനി ചേഞ്ച് ഇൻ ഓണർഷിപ്പ് without the prior approval of the authority. Authority is the government of Kerala. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിൻ്റെ അകത്തൊരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ആക്ട് അനുസരിച്ചിട്ട് 25% മീതെയുള്ള ഒരു ഇത് കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓണർഷിപ്പ് ചേഞ്ചിലേക്ക് പോകുന്നതാണ്. 75%-ലേറെ പോയാൽ 25%-ലേറെ അത് ഒരു ഷെയർ കൊടുത്താൽ ഓണർഷിപ്പ് ചേഞ്ചാണ്. അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ഈ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. അതേസമയം മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നു വരാനിടയുള്ള ആശങ്കകൾ സഭയിൽ പരാമർശിച്ചത്. അദ്ദേഹം പറഞ്ഞു വെച്ചത്, ഇത്തരത്തിൽ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒരു മൊണോപ്പൊളിക്കായിരിക്കും ഇതിലൂടെ തുടക്കം കുറിക്കുക. അത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകാനും സംസ്ഥാനത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. അതായത് ബോധപൂർവം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വരുമാനത്തിൽ കുറവ് വരുത്താൻ ഈ ഒരു നീക്കത്തിലൂടെ അവർക്ക് കഴിയും. അതൊരു ആശങ്കയാണ്. ആ ആശങ്കയ്ക്ക് പരിഹാരം കാണണം. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പരാമർശങ്ങളെ സ്വാഗതം ചെയ്യുന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കുവച്ചത്. ഈ MSC ഒരു കപ്പൽ കമ്പനിയാണല്ലോ. ആ കപ്പൽ കമ്പനിയുമായി പോർട്ട് ഓപ്പറേറ്റർ കൂടിയായ കൺസെഷണർ അദാനി കൂട്ടുടമസ്ഥതയിലാകുമ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം, മൊണോപ്പൊളി സ്ഥാപിതമാവുകയാണ്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. ഇത് കേരളത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്കും പോർട്ടിൻ്റെ ഭാവി വികസനത്തിനും അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ ഒരേപോലെ നിലപാട് വ്യക്തമാക്കുമ്പോൾ അദാനി ഗ്രൂപ്പ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കും നടത്താൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി അദാനി ഗ്രൂപ്പ് ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും സർക്കാരിന് മുമ്പിൽ ഇനി വെക്കുക എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അനുവദിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കവുമായി സർക്കാർ മുമ്പോട്ട് പോവുകയില്ല എന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കിയത് അംഗീകരിച്ച നിയമസഭ. ചരിത്രപരമായ മുഹൂർത്തമെന്ന സ്പീക്കർ പെരുമാറ്റത്തിൽ രാഷ്ട്രപതിയുടെ റഫറൻസ് സ്പീക്കർ നിയമസഭയിൽ വായിച്ചു. ആദ്യമായാണ് ഇത്തരമൊരു വിഷയത്തിൽ രാഷ്ട്രപതിയുടെ റഫറൻസ് കേരള നിയമസഭയിൽ വരുന്നത്. നിയമസഭയുടെ അഭിപ്രായം ആരാഞ്ഞുള്ളതായിരുന്നു റഫറൻസ്. പേരുമാറ്റം ഏകണ്ഠമായാണ് സഭ അംഗീകരിച്ചത്. പെരുമാറ്റത്തിൽ നേരത്തെ നിയമസഭ പ്രമേയം പാസാക്കി. PSC ക്രമക്കേടിൽ ഉന്നതതല അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും. കടുത്ത നിലപാടിലാണ് മുഖ്യമന്ത്രി എന്നാണ് വിവരം. അതീവ ഗുരുതരമായ വിഷയമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിലയിരുത്തലുണ്ടായി. ക്രമക്കേടിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. സംസ്ഥാന ആസൂത്രണ ബോർഡിൽ
ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷനിൽ ഉള്ള നിയമനമാണ് വലിയ വിവാദമായി മാറിയത്. ഇതിൻ്റെ മൂല്യനിർണ്ണയത്തിലാണ് വലിയ ക്രമക്കേടുകളായ പരാതി ഉയർന്നത്. 10 ചോദ്യത്തോളം, അതായത് ഏകദേശം 51 മാർക്കിൻ്റെ ചോദ്യം ചില ഉദ്യോഗാർത്ഥികളുടെ 51 മാർക്കിൻ്റെ ചോദ്യം മൂല്യനിർണ്ണയം നടത്താതെ പോയി എന്നതാണ് വിവാദത്തിന് തുടക്കം. അതോടുകൂടി ഈ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ തഴയപ്പെട്ടു. മറ്റു ചില ആളുകൾക്ക്, ആസൂത്രണ ബോർഡിൻ്റെ ജോലിയുള്ള ചില ആളുകൾക്ക് അവിടെ നിയമനം നൽകുകയും ചെയ്തു. കേരള ഗവൺമെൻറ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഇത്തരം നിയമനം നൽകിയെന്ന ആരോപണമാണ് ഉയർന്നത്. ഉദ്യോഗാർത്ഥികൾ കോടതിയിൽ പോയതോടുകൂടിയാണ് തട്ടിപ്പ് പുറത്തു വരുന്നത്. പിന്നീട് PSC ഈ റാങ്ക് പട്ടിക റദ്ദാക്കുമെന്ന് നിലപാടെടുക്കുകയും ചെയ്തു. ഏതായാലും ഈ വിഷയത്തിൽ PSC ആഭ്യന്തര അന്വേഷണത്തിനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ആഭ്യന്തര വിജിലൻസ് PSCയിലെ SP റാങ്കിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്നാണ് PSCയുടെ നിലപാട്. എന്നാൽ ഈ അന്വേഷണം പോരാ, ഇതും വലിയ ക്രമക്കേടാണ്. ഇതിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ശക്തമായ അന്വേഷണം വേണം. IAS റാങ്കിൽ കുറയാതെ ഉദ്യോഗസ്ഥ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതിശക്തമായ പ്രക്ഷോഭത്തിനും യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. PSCയുടെ നാളിതുവരെ നടത്തപ്പെട്ട പരീക്ഷകളെ സംബന്ധിച്ച് ഒരു സ്ക്രീനിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഉയർന്ന റാങ്കിൽ ഇപ്പോൾ ആഭ്യന്തര വിജിലൻസാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. PSCയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ റാങ്കിങ്ങിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ വളരെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഈ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും സംസ്ഥാന ഗവൺമെൻറ്റിന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ ഇന്ന് കണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. PSC നിയമനങ്ങളിൽ വലിയ ക്രമക്കേടുണ്ട്, സ്വജനപക്ഷപാതമുണ്ടെന്ന ആരോപണം നേരത്തെ പിണറായി സർക്കാരിൻ്റെ 2 സർക്കാരുകളുടെ കാലത്തും ഉയർന്നു വന്നു. പോലീസ് റാങ്ക് പട്ടികയിലടക്കം SFI നേതാക്കൾ കടന്നുകൂടിയതിൽ വിവാദമായിരുന്നു. അതിനുശേഷം മറ്റു ചില പ്രധാനപ്പെട്ട പട്ടികകളിലും KAS, അതുപോലെ തന്നെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് PRD നടത്തുന്ന PRD നിയമനത്തിലുള്ള ഇൻഫർമേഷൻ അസിസ്റ്റന്റ് തസ്തികയിലടക്കം ക്രമക്കേട് നടന്നതായെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഇതിലും അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇതിൽ കടുത്ത നടപടി ഉണ്ടാകും, ഈ PSC അഴിമതി ആരോപണത്തിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗുരുതരമായ വിഷയമാണ്, ഗൗരവത്തോടുകൂടി സർക്കാർ കാണുന്ന വിഷയമാണ്. വൈകാതെ ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഈ PSC നിയമനങ്ങളിൽ മൊത്തത്തിലൊരു സ്ക്രീനിംഗ് വേണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഏതൊക്കെ പട്ടികകളാകും അന്വേഷണ പരിധിയിൽ വരുന്നത് വൈകാതെ അറിയാൻ കഴിയും. മാസപ്പടി കേസിൽ മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയും ED അന്വേഷണമുണ്ടാകും. വീണ, റിയാസ് പണമിടപാടുകളിലാണ് അന്വേഷണം. വീണയുടെ അക്കൗണ്ടിൽ നിന്ന് ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകളിലേക്ക് വൻ തുകകൾ കൈമാറിയിട്ടുണ്ടോ എന്നാണ് ED പരിശോധിക്കുന്നത്. CMRL എക്സാലോജിക്ക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള വീണ ടിക്കെതിരെയുള്ള അന്വേഷണം ഭർത്താവ് PA മുഹമ്മദ് റിയാസിലേക്കും നീളുകയാണ്. ഈ 2020 ജൂൺ 15 മുഹമ്മദ് റിയാസും വീണയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അതേസമയം 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് CMRLന്റെയും എക്സാലോജിക്കിന്റെയും മാസപ്പടി ഇടപാടുകൾ നടന്നിട്ടുള്ളത്. 2.78 കോടി രൂപയാണ് മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട CMRL എക്സാലോജിക് കമ്പനിക്ക് നൽകുന്നത്. ഇതിൽ വീണയെ മാർക്കറ്റിംഗ് IT കൺസൾട്ടന്റായി നിയമിച്ച് 5 ലക്ഷം രൂപ വീണയ്ക്കും 3 ലക്ഷം രൂപ എക്സാലോജിക് കമ്പനിക്കുമാണ് CMRL നൽകി വന്നത്. ഈ പണം എവിടെയെന്നാണ് ED കണ്ടെത്തുന്നത്. വീണയുടെ ഫ്രീസ് ചെയ്ത അക്കൗണ്ട് HDFC ബാങ്കിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരുന്നു. അതിൽ ലോക്കർ ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴും 1.5 ലക്ഷം രൂപയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതേസമയം 2014-15 1 ലക്ഷം രൂപ മൂലധനത്തിൽ ഈ എക്സാലോജിക് കമ്പനി സ്ഥാപിതമാകുന്നത്. ഈ 1 ലക്ഷം രൂപയിൽ നിന്നും 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപ കമ്പനി വരുമാനമുണ്ടാക്കിയിരുന്നു. ആ പണം എവിടെ എന്നുള്ളതാണ് ED കണ്ടെത്തുന്നത്. 2020 ശേഷം വീണയുടെ അക്കൗണ്ടുകളിൽ നിന്നും മറ്റ് അക്കൗണ്ടുകളിലേക്കോ PA മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്കോ പണം മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ED പരിശോധിച്ചു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മുഹമ്മദ് റിയാസിനെയും ED ചോദ്യം ചെയ്യും. മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകളും പരിശോധിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. വീണയും എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിലുണ്ട്. വീണയുടെ എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിലുള്ള ഇടപാടുകളുടെ പണം അത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്നുള്ളതാണ് പ്രധാനമായും EDയുടെ ഈ അന്വേഷണം ഒടുവിൽ എത്തി നിൽക്കുന്നത് PA മുഹമ്മദ് റിയാസിലാണ്. 15 TVK MLA-മാരെ കൂട്ടുപിടിച്ച് തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിനെ താഴെയിറക്കാനുള്ള ശ്രമം എതിരാളികൾ നടത്തിയതായി ആരോപണം. അധികാരത്തിൽ വന്ന് 2 മാസം തികയുമ്പോഴാണ് വിജയ് സർക്കാരിനെ താഴെയിറക്കാൻ തനിക്ക് കോടികളുടെ വാഗ്ദാനം ലഭിച്ചതായി TVK MLA പരാതിപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 3 പേർ പിടിയിലായി. ഇതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർക്ക് DMK നേതാവുമായി ബന്ധമുണ്ട് എന്ന ആരോപണമുണ്ട്.
ടി ജി സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സൈത്ത്, ഗുരുതരമായ ആരോപണമാണ്. തുടർച്ചയായി സ്റ്റാലിൻ പ്രസ്താവന നടത്തുന്നുണ്ട്, ഉടൻ തെരഞ്ഞെടുപ്പിന് തയ്യാറാകൂ, സർക്കാർ എത്രയും വേഗം വീഴുമെന്ന തരത്തിൽ. ഇപ്പോൾ അതിനെ ഏതാണ്ട് അതുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, നാടകങ്ങൾ പലതാണ് തമിഴക രാഷ്ട്രീയത്തിൽ തുടരുന്നത്. നമുക്കറിയാം, വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചരടുവലികളും നാടകീയ നീക്കങ്ങളും നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ചില നീക്കങ്ങൾ അത് പോലീസ്, തമിഴ്നാട് ചെന്നൈ പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ട ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ്. ഇവിടെയാണ് 15 TVK MLA-മാരെ താഴെ ഇറക്കുന്നതിന് വേണ്ടി, അതിലൂടെ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ചില നീക്കങ്ങൾ നടന്നു. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഇതിന് പിന്നിൽ DMK ആണെന്ന സൂചനയടക്കം ഈ വാർത്താക്കുറിപ്പിലൂടെ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിലൊന്ന്, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. തിരുനാവുക്കരശ്, ഈ തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി അറിയപ്പെടുന്ന തിരുനാവുക്കരശ് സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി MLA-മാരുമായി ഗൂഢാലോചന നടത്തി 15 MLA-മാരെയാണ് ലക്ഷ്യമിട്ടത്. ഇതിൽ 12 പേരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഇതിൽ ഒരാൾ മാത്രമാണ് പുറത്തു പറഞ്ഞത്. ഇളയരാജ, ഇളയരാജ, കൃഷ്ണഗിരിയിൽ നിന്നുള്ള ഇളയരാജ മാത്രം ഇത് പുറത്തു പറയുന്നു. തുടർന്ന് പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ 3 അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഒരാൾ തിരുനാവുക്കരശാണ്, മറ്റു 2 പേർ കരൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. ഇത് DMK നേതാവ് സെന്തിൽ ബാലാജിയുമായി അടുത്ത ബന്ധമുള്ളവരാണ് എന്നതുകൂടിയാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം. അതായത് ഈ അട്ടിമറി നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് DMK ആണെന്ന ഗുരുതരമായ ആരോപണം കൂടിയാണ് പോലീസ് ഉന്നയിക്കുന്നത്. TVK ഇത് വലിയ രാഷ്ട്രീയ ആക്ഷേപമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം DMK നേതൃത്വം നിഷേധിച്ചിട്ടുണ്ട്. തങ്ങളുടെ MLA-മാരെ കൂറുമാറ്റി കൊണ്ടുപോകാനാണ് TVKയുടെ ശ്രമമെന്ന നീക്കമാണ്, ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി സൈത്ത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ബഹുവ മൊയ്ത്രയുടെ വീടിന് നേരെ മുട്ടയേറ്. BJP പ്രവർത്തകരാണ് മുട്ടയെറിഞ്ഞത്. തൃണമൂൽ കോൺഗ്രസ് നടത്താൻ നിശ്ചയിച്ചിരുന്ന രക്തസാക്ഷിത്വ ദിന റാലിക്ക് സർക്കാർ അനുമതി നിഷേധിച്ചതിനെതിരെ വലിയ സംഘർഷാവസ്ഥയാണ് ബംഗാളിലെ പലയിടത്തും നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടവേള. ആക്രമണ പ്രത്യാക്രമണങ്ങൾ US-ഉം ഇറാനും അവസാനിപ്പിച്ചുവെങ്കിലും അന്തിമ കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങിയില്ല. ചൊവ്വാഴ്ച ഖത്തറിൽ നടക്കുമെന്ന് നേരത്തെ US പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഖത്തർ പറയുന്നത് അങ്ങനെ ഒരു ചർച്ച, ദോഹയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് ദോഹ വേദിയാകില്ല എന്നാണ് ഖത്തർ പറയുന്നത്. മധ്യസ്ഥ രാജ്യമാണ് ഖത്തർ. ഇരു രാജ്യവും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ചർച്ചയും നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ വിശദീകരണം. VV വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, അനിശ്ചിതാവസ്ഥയാണ് പൂർണ്ണമായും, അല്ലേ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. അമേരിക്കയുടെ പ്രതിനിധികൾ വിറ്റ്കോഫും അതോടൊപ്പം തന്നെ കുഷ്ണറും ചൊവ്വാഴ്ച ഖത്തറിൽ എത്തിയിരുന്നു. പക്ഷേ ഇറാൻ അവരുടെ പ്രതിനിധികളെ അയക്കാൻ തയ്യാറായിട്ടില്ല. ഈ സമാധാന കരാർ, അതായത് 60 ദിവസത്തെ ഒരു കാലാവധിയിൽ ചർച്ച നടക്കേണ്ടതുണ്ട്. അതിന് തുടക്കമിട്ടാണ് സ്വിറ്റ്സർലൻഡിൽ ആദ്യത്തെ ഒരു കരാർ ഒപ്പുവെച്ചത്. എന്നാൽ പെട്ടെന്ന് തന്നെ വീണ്ടും സാഹചര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ഒമാൻ തീരത്ത് കൂടി ഹോർമൂസിൽ മറ്റൊരു കപ്പൽ പാത തുറന്നതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് സിംഗപ്പൂർ പതാകയുള്ള ഒരു കപ്പലിനെ ആദ്യം ഇറാൻ ആക്രമിച്ചു. അതോടെ അമേരിക്കയുടെ തിരിച്ചടിയുണ്ടായി. ഇത് കരാർ ഒപ്പിട്ടതിന് തൊട്ട് പിന്നാലെയുള്ള ദിവസങ്ങളിലാണ് ഇങ്ങനെ വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. മറ്റൊരു കപ്പലിനെ കൂടി ഇറാൻ ആക്രമിക്കുന്ന നിലയുണ്ടായി. മാത്രമല്ല, അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഒരുക്കിയ മറ്റ് രാജ്യങ്ങൾക്ക് നേരെ, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നൊരു സാഹചര്യം കൂടിയുണ്ടായി. ഇസ്രായേലാകട്ടെ ലെബനിലേക്ക് വീണ്ടും ആക്രമണം തുടങ്ങി. ഇങ്ങനെ സ്ഥിതി സങ്കീർണമായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു സമാധാന കരാറിലേക്കുള്ള ചർച്ചകൾക്കുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതായിട്ടുള്ള ഒരു നിലയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഖത്തർ അങ്ങനെ അറിയിച്ചതും ഇപ്പോഴൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്ന കാര്യം. എന്നാൽ മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഇപ്പോഴും ശ്രമം നടത്തുന്നുണ്ട് വീണ്ടും സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി. ആശങ്കയുണ്ടാക്കുന്ന കാര്യം, ഇപ്പോൾ എണ്ണവിലയിൽ കുറവ് വന്നിട്ടുണ്ട്. ആ ബാരലിന് ഏതാണ്ട് $74 എന്ന നിലയ്ക്കാണ് താഴ്ന്നത്. $120 വരെ ഉയർന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിലും നമുക്കതിൻ്റെ പ്രതിഫലനം വന്നു തുടങ്ങിയിട്ടുണ്ട്. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിനുള്ള വില കുറയ്ക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നു. നയാരെ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഡീസലിനും പെട്രോളിനും വില കുറച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ ഒന്ന് സമാധാനത്തിലേക്ക് വരുമ്പോഴാണ് വീണ്ടും സംഘർഷമുണ്ടാകുന്നത്, ചർച്ചയ്ക്കുള്ള സാധ്യത ഇല്ലാതാകുന്നത്. മാത്രമല്ല, ഖമേനിയുടെ സംസ്കാരം 9-ാം തീയതി നടക്കേണ്ടതുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുകയാണെങ്കിൽ ആ ചടങ്ങ് നടക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. രഞ്ജിത്ത്. ശരി വിനോദ്.
GST സമാഹരണത്തിലെ വളർച്ചാ നിരക്കിൽ ജൂണിൽ ദക്ഷിണേന്ത്യയിൽ മുന്നിലെത്തി കേരളം. 11% വളർച്ചയാണ് കേരളം നേടിയത്. തെലങ്കാനയും 11% വളർന്ന് ഒപ്പമുണ്ട്. അതേസമയം തമിഴ്നാട് കുറിച്ചത് 2% വരുമാന ഇടിവാണ്. 10% കർണാടകയുടെ വളർച്ച. ആന്ധ്രാപ്രദേശിൻ്റേത് 5%. കഴിഞ്ഞ മാസം കേരളത്തിൽ നിന്നുള്ള GST സമാഹരണം 2025 ജൂണിലെ 2850 കോടി രൂപയിൽ നിന്ന് 11% വർദ്ധിച്ച് 3159 കോടി രൂപയിൽ എത്തിയെന്ന് കേന്ദ്ര GST വകുപ്പ് വ്യക്തമാക്കി. കേരളത്തിന്റെ കഴിഞ്ഞ മാസത്തെ സംസ്ഥാന GSTയും IGSTയിൽ സംസ്ഥാനത്തിനുള്ള വിഹിതവും ചേർത്തുള്ള ആകെ വരുമാനം 3090 കോടി രൂപയാണ്. 8% വർധനവ്. നടപ്പ് വർഷം ഏപ്രിൽ ജൂണിൽ പോസ്റ്റ് സെറ്റിൽമെന്റ് GST 24% വർദ്ധിച്ച് 9703 കോടിയിലുമെത്തി. ദേശീയതലത്തിലെ മൊത്തം GST സമാഹരണം കഴിഞ്ഞ മാസം 13 മാസത്തെ ഉയരമായ 1.94 ലക്ഷം കോടി രൂപയാണെന്നും അതും നേട്ടമായി. അതിൽ 13.9% വളർച്ച. കാപ്പ കേസ് പ്രതിയും ഇപ്പോൾ കൗൺസിലറുമായ സുഗതനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഒരു ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് സുഗതനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. നിധിൻ വിവരങ്ങളുമായി ചേരും. നിധിൻ, പോലീസിന് ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുകയായിരുന്നല്ലോ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി പറഞ്ഞത്, അത് സാധിച്ചോ? എൽദോ, കസ്റ്റഡിയിലോട്ട് വിട്ട സുഗതൻ ഒരു രീതിയിലും സഹകരിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത്. രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയ സുഗതനെ പിന്നീട് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് നാടകീയമായ കാര്യങ്ങൾ നടന്നു. അവിടെ വട്ടിയൂർക്കാവ് SI ആയ അഭിജിത്ത് സുഗതൻ സഞ്ചരിച്ച വണ്ടിയിൽ ഇത് ഈ പറയുന്ന മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന വണ്ടിയിൽ അയാളും കൂടി കയറുകയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറിയിട്ട് ഈ പറയുന്ന സുഗതനോട് മോശമായി പെരുമാറിയെന്ന് സുഗതൻ കോടതിയോട് അറിയിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് തന്നെ 4 മണിക്കൂർ മാത്രമാണ് കസ്റ്റഡിയിൽ അനുവദിക്കാൻ കോടതി സമ്മതിച്ചത്. ഇതിൽ പോലീസുകാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ സുഗതനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഈ പറയുന്ന തൊണ്ടി മുതലിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഒരു മറുപടിയും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇംഗ്ലണ്ടിന് നിർണായകം. അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. നോക്കൌട്ടിൽ മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ഇന്ന് DR കോങ്കോയെ നേരിടും. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എത്തുന്ന ഇംഗ്ലണ്ടിന് ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിലെത്തിയ കോങ്കോ വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയാണ് ഇംഗ്ലീഷ് ആരാധകർക്ക്. അറ്റ്ലാന്റയിൽ രാത്രി 9:30 മത്സരം. പരാജയമറിയാതെ ഗ്രൂപ്പ് എല്ലിലെ 1ാം സ്ഥാനക്കാരായാണ് ഇംഗ്ലീഷ് പട അറ്റ്ലാന്റയിൽ ഇറങ്ങുന്നത്. ക്രൊയേഷ്യയും പനാമയും തകർത്ത് മുന്നേറുന്ന 3 ലയൺസിന് ലോകകപ്പിലെ തങ്ങളുടെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരനായി മാറിയ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഫോമിലുള്ളത് വലിയ കരുത്താണ്. ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, റാഷ്ഫോർഡ് തുടങ്ങിയ താരങ്ങൾ സ്കോറിംഗ് മികവ് കാട്ടുന്നതും ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകുന്നു. ബുക്കായോ സാക്കയും മധ്യനിരയിൽ ഡെക്ലൻ റൈസും എലിയറ്റ് ആൻഡേഴ്സണും കൂടി ചേരുന്നതോടെ ഇംഗ്ലീഷ് ആക്രമണം മികച്ചതാകും. പോർച്ചുഗലിനെ 1-1 സമനിലയിൽ കുരുക്കുകയും ഉസ്ബെക്കിസ്ഥാനെ 3-1 തോൽപ്പിക്കുകയും ചെയ്ത കോങ്കോയുടെ പ്രതിരോധം കടുകട്ടിയാണ്. 3 ഗോളുകളുമായി തിളങ്ങി നിൽക്കുന്ന മുന്നേറ്റ നിര താരം യുവാൻ വിസയും പ്രതിരോധത്തിൽ ആരോൺ വാൻ ബിസാക്കിയും നയിക്കുന്ന കോങ്കോ പടയ്ക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ആദ്യമായിട്ടാണ് രാജ്യാന്തര ഫുട്ബോളിൽ ഇരു ടീമും നേർക്കുനേർ വരുന്നത്. കോങ്കോയുടെ അട്ടിമറി വീര്യത്തിന് മുന്നിൽ ഇംഗ്ലണ്ട് വീഴുമോ അതോ 3 ലയൺസ് പ്രീ ക്വാർട്ടറിലേക്ക് കുതിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. വിങ്ങുകളിലൂടെ ഇംഗ്ലണ്ട് നടത്തുന്ന മുന്നേറ്റങ്ങൾക്ക് കോങ്കോ എങ്ങനെ പ്രതിരോധം തീർക്കുമെന്നതാകും മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുക. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.